പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ദൈവദിനമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുവാൻ തക്കോണം സർവവല്ലഭനായ കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവ് പ്രകാശിപ്പിച്ചതായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിനാധാരമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. ഫോർ അവർ ഈവനിങ് മെഡിറ്റേഷൻ we can read 1 Corinthians chapter 2 verse 9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ സുപരിതമായ ഭാഗമാണ് വായിച്ചു കേട്ടത്. ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും അതിന് കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. Here we can see that the word of God says to us the things which God has prepared for those who love him. Eye has not seen, nor ear heard, nor have entered into the heart of man. Nobody can know what God has prepared for those who love him. സ്തോത്രം. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം പല കാര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഇന്ന് രാത്രികാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് വറിയാകുന്നവരായിട്ടുണ്ട്, നിരാശപ്പെടുന്നവരായിട്ടുണ്ട്. നാളത്തെ കാര്യം എന്തുവായി തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തുവായി തീരും, എൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ ഒക്കെയും അതെന്നെ തകർത്ത് കളയുമോ എന്ന് ചിന്തിക്കുമാറ് ഭാരപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഇവിടെ ദൈവവചനം വ്യക്തമായി പ്രോമിസ് ചെയ്യുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 28-ാമത്തെ വാക്യം അതൊന്നുള്ളൊന്ന് വായിച്ചേ. റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. Here we can see the Romans chapter 8 verse 28. We know all things work together for good to those who love him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
ജീവിതത്തിൽ നമ്മളെ അനുദിനം ഭാരപ്പെടുത്തുന്നതായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ആ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മുമ്പിൽ ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ദൈവം അത് നന്മയ്ക്കായി തീർക്കും. ചിലപ്പോൾ ലോകം ചോദിക്കും, നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഈ അവസ്ഥ നിനക്ക് എങ്ങനെ ഉണ്ടായത്? ഈ കണ്ണുനീര് എങ്ങനെയാ ഉണ്ടായത്? ഈ വേർപാട് എങ്ങനെയാ ഉണ്ടായത്? ഈ ഭാരപ്പെടുത്തുന്നതായ ദുഃഖ വാർത്ത എങ്ങനെയാണ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായത്? അതെ എന്നൊക്കെയും ലോകം ചിലപ്പോൾ ചോദിച്ചേക്കാം, നമുക്കും ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെങ്കിൽ ദൈവവചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും, അത് രോഗമായിക്കൊള്ളട്ടെ, ഭാരമായിക്കൊള്ളട്ടെ, തലമുറകളുടെ വിഷയമായിക്കൊള്ളട്ടെ, അത് മറ്റേതെങ്കിലും വേർപാടിന്റെ ദുഃഖമായിക്കൊള്ളട്ടെ, മറ്റേത് പ്രയാസമായിരുന്നാലും സകല കാര്യങ്ങളും നന്മയ്ക്കായിട്ട് ദൈവം തീർക്കുമെന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യത്തെ നമ്മൾ വായിച്ചല്ലോ, 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് ചില പ്രയാസങ്ങൾ കൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിക്കുന്നത്. എന്നാൽ അതിനു മുമ്പിൽ ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ഇവിടെ കാണുവാനും കഴിയുന്നുണ്ട്. ദൈവമോ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, അതെ ആത്മീയനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന്റെ പോഷത്വമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. താഴോട്ടൊന്ന് വായിച്ചാട്ടെ, 2-ാം അധ്യായത്തിന്റെ 10 മുതൽ ഒന്ന് വായിച്ചാട്ടെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങൾ ഉണ്ട്, അതിനെ ആരായുന്നു. മനുഷ്യരിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. പല ആത്മാക്കൾ ഉണ്ട്, അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ആ ആത്മാവിനറിയാം മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിന് നല്ലവണ്ണം അറിയാം. പിന്നെ അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദൈവകാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ ദൈവത്തിലുള്ളത് ദൈവാത്മാവിന് മാത്രമേ അതറിയുവാൻ കഴിയത്തുള്ളൂ. ആ ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് അത് വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവ് പ്രാപിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. പിന്നെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ പ്രാപിച്ച ആത്മാവ്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ പ്രാപിച്ച ആത്മാവ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവകാര്യങ്ങൾ അറിയുവാനായി ദൈവത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. സ്തോത്രം. താഴോട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കുറിവാക്യത്തിൽ വായിച്ച കാര്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ആത്മീയ അർത്ഥം? ഒരു പ്രാകൃതിന്റെയും ഒരു ജഡികന്റെയും ഒരു ലോക മനുഷ്യന്റെയും കണ്ണ് കണ്ടിട്ടില്ല കർത്താവിന് സ്തോത്രം. ജഡികന്റെയും പ്രാകൃതിന്റെയും കണ്ണ് കാണാതെ വണ്ണം, ദൈവപ്രവൃത്തി കാണാതെ വണ്ണം അത് അടഞ്ഞിരിക്കുകയാണ്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ വണ്ണം
ഒരു ലോകമനുഷ്യന്റെ അല്ലെങ്കിൽ ജഡികന്റെ അല്ലെങ്കിൽ പ്രാകൃതന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അവർ ലോകത്തുള്ളതാണ് ചിന്തിക്കുന്നത്. വായിക്കുമ്പോൾ ഫിലിപ്പിയർ കാണാൻ കഴിയും, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി ചിന്തിച്ച് നടക്കുന്നവർക്ക് ദൈവപ്രവൃത്തി കാണുവാൻ കഴിയാതെ വണ്ണം അവരെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അതാണ് അവരോട് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലത് ഒരുക്കും, അത് ആര് കാണത്തില്ലെന്നാ പറയുന്നത്. ഒരു ലോകമനുഷ്യനെ കാണുവാൻ അവന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയായകൊണ്ട് കാണുവാൻ കഴിയത്തില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഒരു ലോകമനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ നമുക്കോ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതലിനോ ദൈവം അത് ആത്മാവിൽ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവം അത് തക്ക സമയമാകുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അതെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസമായിരുന്നാലും ഓർത്തുകൊള്ളണം, ദൈവം ചില കാര്യങ്ങൾ നന്മയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ധൈര്യത്തോടുകൂടി ഓർക്കുക. യോസേഫിന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവിക ദർശനം അവൻ പ്രാപിച്ചവനായിരുന്നു. എന്നാൽ ആ ദർശനം നിറവേറുന്നതിന് മുൻപായിട്ട് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ അവന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പൊട്ടക്കിണറിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒരു അടിമ ബാലനായിട്ട് ഇസ്മായേൽ കച്ചവടക്കാരുടെ കൂടെ അവൻ പോകേണ്ടതായിട്ട് വന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ വലിയ കഷ്ടത അവൻ സഹിക്കേണ്ടതായിട്ട് വന്നു. തുടർന്ന് ജയിൽ അവന് ആകേണ്ടതായിട്ട് വന്നു. ഇവിടെ എല്ലാം നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ദൈവമേ, നീ എന്നെ ഒരു ദർശനം കാണിച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിശോധനകൾ കടന്നു വരുന്നത്? എന്നാൽ ഓർത്തുകൊള്ളണം, ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് ഈ പരിശോധനയിൽ കൂടെ കടന്നു പോകുവാൻ നോക്കണം അവനെ അനുവദിച്ചത്. സഹോദരന്മാരുടെ ആരുടെയും കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു ഉന്നത നിലവാരത്തിലേക്കാണ് ദൈവം അവനെ കൊണ്ട് എത്തിച്ചത്. ഒടുവിൽ ഭക്ഷണം തേടി വന്ന സഹോദരന്മാർ രാജവസ്ത്രം ധരിച്ച് അത് നിൽക്കുന്നതായ കിരീടം വെച്ച് സ്വർണ്ണ സരപ്പളി കഴുത്തിൽ തൂക്കി ഫറവോന്റെ 2ാം സ്ഥാനത്ത് പ്രധാനമന്ത്രിയായി കൊട്ടാരത്ത് നിൽക്കുന്ന യോസേഫിനെ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം യോസേഫ് ഒട്ടിയ വേറും കുഴിഞ്ഞ കണ്ണുകളുമായി കടന്നു വന്ന സഹോദരന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പ്രൈസ് ലോർഡ്. നമ്മൾ വായിച്ച ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. സഹോദരന്മാർക്ക് അവനെ വിവേചിപ്പാൻ കഴിഞ്ഞില്ല, ഇത് യോസേഫാണെന്ന്. എന്നാൽ ആത്മീയനായ യോസേഫിനെ ഉടനെ വിവേചിച്ചു. വിവേചന വരം ഉണ്ടായിരുന്നത് കൊണ്ട്, അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരുന്നത് കൊണ്ട് മുമ്പിൽ വന്നു നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്നുള്ള കാര്യം പെട്ടെന്ന് അവന് മനസ്സിലായി. ദൈവാത്മാവുള്ളതായ ദാനിയേൽ പ്രൈസ് ലോർഡ് ബേൽഷസ്സറിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടെ ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ടതിന് മുമ്പിൽ ബേൽഷസ്സർ രാജാവിന്റെ ഏപ്പാടിപ്പോ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ എഴുത്ത് എഴുതിയത് മനുഷ്യനല്ല, കുടിച്ച കൂത്താടി യെരൂശലേം ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്നതായ വെള്ളി പാത്രങ്ങളിൽ മേൽ
അതിനകത്ത് വീഞ്ഞു കുടിച്ച് മതിച്ച് രസിച്ച് പൊളച്ച് ഡാൻസും പാർട്ടിയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കരം, ഒരു കൈപ്പത്തിയോടെ പ്രത്യക്ഷപ്പെട്ടു. ആ കൈപ്പത്തി ആ ദർബാർ ഹാളിലെ വിളക്കിന് താഴെയായ ചൂരിന്മേൽ ഒരെഴുത്തെഴുതി. അതിനുശേഷം ആ കൈപ്പത്തി മറഞ്ഞുപോയി. ആ എഴുത്ത് വായിക്കുവാൻ തക്കോണം മന്ത്രവാദികളെയും കൽദരെയും ശകുനവാദികളെയും എല്ലാവരെയും കൊണ്ടുവന്നു. പക്ഷേങ്കിൽ ആർക്കും ആ എഴുത്ത് വായിപ്പാൻ കഴിഞ്ഞില്ല. അവസാനം ദാനിയേലിനെ കുറിച്ച് കേൾക്കുകയും ദാനിയേലിനെ അവിടെ കൊണ്ടുവന്നു. ആത്മീയനായ ദാനിയേൽ, ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന ദാനിയേൽ, വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദാനിയേൽ, പ്രാർത്ഥനാ മനുഷ്യൻ, സ്തോത്രം, അകത്ത് വന്നപ്പോൾ, ആത്മീയനായ അവൻ വന്നപ്പോൾ ഉടനെ അവൻ അതിനെ വിവേചിച്ചു. സ്തോത്രം, അവനത് വായിച്ചു. ആർക്കും വായിക്കാതിരുന്ന എഴുത്ത് ദാനിയേല് വായിച്ചു. മേലെ മേലെ തെക്കേൽ ഉഫർസീൻ. അതിന് അർത്ഥം പറഞ്ഞു കൊടുത്തു. ദൈവം നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസ്യർക്കും കൊടുത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം അവൻ പറഞ്ഞു കൊടുത്തു. വായിക്കുക മാത്രമല്ല, ആത്മീയനായ ദാനിയേൽ അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു കൊടുത്തു. എന്നാൽ രാജാവ് കോപിക്കുകയല്ല ചെയ്തത്, അവനെ ബഹുമാനിക്കുകയാണ് രാജാവ് ചെയ്തത്. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചില ഒരുക്കിയിട്ടുള്ളത് കാര്യങ്ങൾ ഒരു പ്രാകൃത മനുഷ്യരുടെയും ഒരു ജഡിക മനുഷ്യരുടെയും കണ്ണ് കാണാതെ വണ്ണം അടഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പരിശോധനകളും ശോധനകൾ കൂടെയാണ് അവൻ കടന്നു പോകുന്നുവെങ്കിലും ദൈവത്തിന്റെ കരുതലുകൾ അവന് കാണുവാനും അനുഭവിച്ചറിയുവാനും സന്തുഷ്ടകരമായ ഒരു ജീവിതം നയിപ്പാനും അവന് കഴിയും. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജോൺ, ചാപ്റ്റർ 14 വേഴ്സസ് 23 and 24. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാർ ഒരുവനായിരുന്നു ഇസ്കര്യോവ്, യൂദ അല്ലാത്ത വേറെ യൂദ. അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, നീ എന്ത് ചെയ്തിട്ടാകുന്നു ഞങ്ങൾക്ക് നിന്നെ വെളിപ്പെടുത്തി തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുകയാണോ? ഉപവസിക്കുകയാണോ? അല്ലെങ്കിൽ ദശാംശം കൊടുക്കുകയാണോ? പള്ളി പോവുകയാണോ? മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണോ? അതെ, മറ്റേത് കാര്യങ്ങൾ ചെയ്യുകയാണോ എന്ന് നമുക്ക് ചോദ്യം വരാം. പക്ഷെ ഇവിടെ പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. ബാക്കിയെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആരാധന, പ്രാർത്ഥന, പാട്ട്, അതേ കർത്താവിന് വേണ്ടി സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ പറയുക, ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ ആവശ്യം തന്നെയാണ്. ദശാംശം കൊടുക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുമ്പോൾ
എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ, യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശു പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കും. യേശുവിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുക, യേശു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുക, യേശു കാണിച്ചു തന്നതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക. അത് എങ്ങനെയുള്ള സ്നാനം? മുഴുവൻ സ്നാനം ഏൽക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, വേർപാട് പാലിക്കുക, ലോകത്തുള്ള കളങ്കങ്ങൾ ഏശാതവണ്ണം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുക, കർത്തുമേശയിൽ ഭാവമൊക്കായി തീരുക, ഇരുപത്താഴ് ശുശ്രൂഷയിൽ ഭാവമൊക്കായി തീരുക. അങ്ങനെ ഒരുങ്ങി മുൻപോട്ട് പോവുകയാണ്. ഇവിടെ വായിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. കർത്താവിന് സ്തോത്രം. അവനെ പിതാവ് സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം കടന്നു വന്ന് അവനോടുകൂടെ വാസം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ, യേശുവിന്റെ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ നോക്കി, അവിടെ നോക്കി, മറ്റു സാഹചര്യങ്ങളെ നോക്കി ഭയന്ന് മുൻപോട്ട് പോകുന്നവർക്കൊന്നും ഈ കൽപ്പന പ്രമാണിക്കാൻ കഴിയത്തില്ല. കൽപ്പന പ്രമാണിച്ചു കഴിയുമ്പോഴാണ് യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാകുന്നത്. രണ്ടാമതായിട്ട് കാണാൻ കഴിയും, വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. ഇവിടെ 10 കന്യകമാരുടെ ഉപമ പറയുന്നു യേശു. 5 കന്യകമാർ ബുദ്ധിയുള്ളവരും 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയെടുത്തു. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ യജമാനൻ വരുന്നു, അല്ലെങ്കിൽ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുളി ഉണ്ടായപ്പോൾ 2 കൂട്ടരും എഴുന്നേറ്റു. ബുദ്ധിയുള്ളവരും എഴുന്നേറ്റു, ബുദ്ധികെട്ട കന്യകമാരും എഴുന്നേറ്റു. 2 കൂട്ടരും വിളക്ക് തെളിയിച്ചു. ഇതിന്റെ കാര്യങ്ങളൊക്കെയും നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബുദ്ധികെട്ടവരുടെ വിളക്ക് കെട്ടുകൊണ്ടിരുന്നു. കാരണം എണ്ണ തീർന്നു പോയി അവർ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഒരുങ്ങിയിരുന്നത് കൊണ്ട് അവർക്ക് മണവറയിൽ മണവാളനോടുകൂടി പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. ഇവിടെ വായിച്ച വാക്യം അതാണ്. ബുദ്ധികെട്ടവർ വാങ്ങുവാൻ വേണ്ടി പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. മണവാളന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ചിലത് ഒരുക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത് ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ആ സ്നേഹിക്കപ്പെടുന്നവർ എന്ത് ചെയ്യണം? 1, കൽപ്പനകൾ പ്രമാണിക്കണം.
നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ സ്നേഹിക്കണം. ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. അവനെ പകയ്ക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി എല്ലാം ഛേദം എന്ന് എണ്ണണം. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് എണ്ണണം. ഒരിക്കൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നമ്മിൽ വെളിപ്പാടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവത്തോടുകൂടി പോകുന്നവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കും. അത് ഈ ആയുസ്സിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവം ഒരുക്കുന്നുള്ളത് തീർച്ചയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം ഒരുക്കുന്നുള്ളത് തീർച്ച തന്നെയാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 5:7 വായിച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, അവിടെ ഇവിടെ നോക്കി ഭാരപ്പെട്ടു പോകരുത്, മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടു പോകരുത്. മറ്റുള്ളവരെ ഉയർച്ച കാണുമ്പോൾ നീ മുഷിയരുത്. നിനക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവ നിങ്ങൾക്കായി കരുതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേൽ വിട്ടുകൊള്ളുകയും. അപ്പോൾ അവന് ഉയർത്തുവാൻ കഴിയും, അവന് താഴ്ത്തുവാനും കഴിയും. തക്ക സമയത്ത് ഉയർത്തുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൽ നിന്ന് അവിടെ വീണ്ടും കാണുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ കരുതി സഹായിക്കും എന്നുള്ള കാര്യം ദൈവത്തിന് നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എത്ര അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ സൂക്ഷിപ്പുകൾ എത്ര അനുഭവങ്ങളിൽ കൂടെ കാണുവാനും കഴിയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നിത്യതയും ദൈവം ഒരുക്കുകയാണ്. നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് യേശുവിന്റെ ഡിപ്പാർച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട് ശിഷ്യന്മാരുടെ ഹൃദയം വളരെ കലങ്ങി വെന്തിരിക്കുമ്പോൾ, വേദനയോടുകൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ, ബിലീവ് ഇൻ ഗോഡ് and also believe in me. In my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. If I go and prepare a place for you, I will come again and receive you unto myself. Where I am, there you may be also. This is a great promise Jesus made with his disciples before his crucifixion, because the disciples' hearts were very overwhelmed. They faced so many sorrows, so many difficulties, so many pain entered in their hearts. But Jesus comforted them, and he
given them a promise. Let not your heart be troubled. Believe in me. I go to prepare a place for you. If I prepare a place for you, definitely I will come again and receive you unto myself. ഇന്ന് രാത്രികാലം കർത്താവിനെ സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടും. അതിന്റെ അനുഭവങ്ങൾ കാണുവാൻ ഒരു പ്രാകൃതന്റെയും ഒരു ജഡികന്റെയും കണ്ണുകൾ കാണാതെ വണ്ണം അടഞ്ഞിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അതൊക്കെയും കണ്ട് സന്തോഷിച്ച് മുന്നേറുവാൻ ഇടയായിത്തീരും. ആകയാൽ ഇന്ന് രാത്രികാലം ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആഗാർ ഒരിക്കൽ പറഞ്ഞു, തന്റെ മകനെയും കൊണ്ട് ബേർശേബ മരുഭൂമിയിൽ കൂടി ഉഴന്ന് നടക്കുമ്പോൾ വെള്ളം തീർന്നു. അതേ കുഞ്ഞിന്റെ നിലവിളി ഉയരത്തിലേക്ക് കയറി, കുഞ്ഞിന്റെ മരണം എനിക്ക് കാണുവാനും കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറുങ്കാട്ടിൽ ആ കുഞ്ഞിനെ കിടത്തിയ ശേഷം അമ്പുപാട് ദൂരത്ത് മാറിയിരുന്നുകൊണ്ട് വാ വിട്ട് കരയുന്നതായ ഹാഗാർ. അബ്രഹാം അടുത്തില്ല, ആരും അടുത്തില്ലാത്ത വിജനമായ കാട്ടിൽ ആരുണ്ട് സഹായിപ്പാൻ? ആരുമില്ല. പക്ഷെ ഇതാ ദൈവം ഒരുക്കിയ കാര്യം അവിടെ വെളിപ്പെട്ടു വന്നു. ഒരു ശബ്ദം ആഗാർ കേട്ടു, ആഗാറേ, നീ നിലവിളിക്കുന്നത് എന്ത്? ബാലന്റെ നിലവിളി ഇതാ സ്വർഗം കേട്ടിരിക്കുന്നു. ദൈവം പെട്ടെന്ന് അവളുടെ കണ്ണു തുറന്നപ്പോഴ് അവളെ കണ്ട കാര്യം ഇതാ ഒരു നീരുറവ അവിടെ വെളിപ്പെട്ടു വന്നു. അതുവരെയും കാണാത്ത കാര്യം, അതുവരെ നമ്മുടെ കണ്ണിന് മറഞ്ഞിരുന്ന കാര്യം ഇവിടെ ആ ഘോരമായ വനത്തിനകത്ത് കുട്ടിയുടെ മരണം കാണുവാൻ കഴിയത്തില്ല എന്ന് വിധി എഴുതി മാറിയിരുന്നു കൊണ്ട് കരയുമ്പോൾ ആ സന്ദർഭത്തിൽ ഇതാ ദൈവത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു വന്നു. ഇന്ന് രാത്രി കാലം ഇപ്രകാരം കരയുന്നതായ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഈ ദുഃഖം എനിക്ക് എങ്ങനെ സഹിപ്പാൻ കഴിയും, ഈ വേദന എങ്ങനെ സഹിപ്പാൻ കഴിയുമെന്ന് ഭാരത്തോട് നിലവിളിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി കാലം ചില കരുതലുകൾ വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകുകയാകുന്നുവെന്ന് ദൈവാത്മാവിൽ കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ വേദനയായി തോന്നിയേക്കാം. എന്നാൽ ചില കരുതലുകൾ താമസമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അത് ലോകമനുഷ്യരെ കാണുവാൻ കഴിയത്തില്ല, അതൊരു ജഡികനെ കാണുവാൻ കഴിയത്തില്ല, അതൊരു പ്രാകൃതനെ കാണുവാൻ കഴിയത്തില്ല, ഒരു ലൗകികനെ കാണുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവർക്കും അത് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായിരിക്കുന്നതായ സന്ധ്യാസമയത്ത് നിന്റെ മക്കളാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം ചിന്തിപ്പാൻ തക്കോണം കർത്താവേ, നീ അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും അതേ ബലത്തിനും കാരണമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തുമാറാണമേ. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കാലത്ത് ഈ വചന ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനചിന്ത ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുകയും നിങ്ങളെ കരുതുകയും നിങ്ങളെ സഹായിക്കുകയും
പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. God bless you all. Thank you. Praise God. Praise the Lord.